ഒരു ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞൊരു അവാർഡ് വരുമ്പോൾ അതിനകത്ത് എനിക്കും കൂടി അതിലൊരു പങ്കാളിയാകാനും ഒരു അവാർഡ് സ്വീകരിക്കാനും ഒക്കെ സാധിക്കുന്നത് വലിയ ഭാഗ്യം. ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയ റെക്കഗ്നേഷൻ ആണ്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു വിളിച്ച ഒരുപാട് പേര് വന്നു. അപ്പം അത്തരത്തിൽ ഇങ്ങനെ ഇവന്റിന് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ വെൽ കോർഡിനേറ്റഡ്, well done. I'm also proud of Milestone Makers that ഇപ്പം എൻ്റെ അസോസിയേഷനും കുറേ നാളായിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം ഞാൻ ഓഫീസിൽ പോയിട്ടുണ്ട്, ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അവരിങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് ഒരു വലിയ ഇനിഷ്യേറ്റീവ് തന്നെയാണ്. പലപ്പോഴും മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്ന് അത് സെഗ്രിഗേറ്റ് ചെയ്ത് അതിന് വേണ്ട അറ്റൻഷനും വേണ്ട റെക്കഗ്നീഷനും കൊടുക്കുന്നില്ല എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. സോ ഐ ഫീൽ ദാറ്റ് ഇങ്ങനെ ഒരു അവാർഡോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇവന്റ്, ഒരു ഗാദറിംഗ് തന്നെ അതിനൊരു വലിയൊരു ബൂസ്റ്റാണ്, ഒരു റെക്കഗ്നേഷൻ തന്നെയാണ്. ഇത് ആദ്യമായിട്ട് ഇതിപ്പോ എന്തിനാ ഇവിടെ വന്നേക്കണേന്നറിയോ? എന്തിനാ? നടക്കാനാ. വളരെ സന്തോഷമുണ്ട്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്നു. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താണ് കാര്യങ്ങളെന്നൊക്കെ അറിയാനും എങ്ങനെയാണ് പ്രോഗ്രാം കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം നാളെ എക്സാം ആണ്. നാളെ എക്സാം ആയിട്ട് ഇന്ന് രാത്രി ഇവിടെ കറങ്ങി നടക്കാൻ വന്നേക്കണം. പരിപാടി കഴിഞ്ഞിട്ട് ഇന്നത്തെ ട്രെയിനിൽ കയറി വീട്ടിൽ പോകണം. പഠിച്ചോ വല്ലതും? ഇല്ല, ദൈവത്തെ അറിയാം. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 ഏറ്റവും സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള സ്റ്റാർ ആണ് എന്റെ അടുത്ത് നിൽക്കുന്നത്, നമ്മുടെ സ്വന്തം ധ്യാൻ ചേട്ടൻ. ഹായ് ധ്യാൻ ചേട്ടാ, എന്തൊക്കെയുണ്ട്? സുഖം, നല്ല വിശേഷം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഡിജിറ്റൽ അവാർഡ് നൈറ്റ് നടത്തുന്നത് മലയാളത്തിൽ തന്നെ. സോ അതിൽ ഇത്രയും വലിയൊരു ഭാഗം എന്തിനാണ് പറയുന്നത്, നമ്മുടെ ടൈറ്റിൽ വിന്നർ ആണ് ധ്യാൻ ചേട്ടൻ. ധ്യാൻ ചേട്ടൻ എന്താണ് ഇപ്പൊ ഇത് ടൈറ്റിൽ വിന്നർ ആയില്ല, ഞാനിത് മൈൽ സ്റ്റോണുമായിട്ട് എനിക്കൊരു നമ്മുടെ ഒരുപാട് ഇതിന്റെ പുറകിലുള്ള ആൾക്കാർ, ഷാൽബൻ ആയിക്കോട്ടെ, കെന്ന അല്ലെങ്കിൽ അപ്പു ആയിക്കോട്ടെ, ഇവരൊക്കെ ആയിട്ട് നമ്മുടെ ഒരു ബന്ധമുണ്ട്, സൗഹൃദമുണ്ട്. അപ്പം ഞാൻ അവാർഡ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ തീരെ വരില്ലായിരുന്നു. കാരണം ഇതുപോലത്തെ പക്ഷേ അവാർഡ്സ് പലർക്കും ഒരു റെക്കഗ്നേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഡിജിറ്റൽ അവാർഡ്സ് അല്ലെങ്കിൽ ഇപ്പം എല്ലാം ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ജീവിക്കും, ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയ റെക്കഗ്നേഷൻ ആണ്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു വിളിച്ച ഒരുപാട് പേര് വന്നു. അപ്പം അത്തരത്തിൽ ഇങ്ങനെ ഇവന്റിന് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ വെൽ കോർഡിനേറ്റഡ്, വെൽ ഡൺ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഇയറും കണ്ടിന്യൂ ചെയ്തിട്ട് ഇതിനേക്കാളും വലിയ രീതിയിൽ ഭംഗിയായിട്ട് മൈൽസ്റ്റോൺ മേക്കേഴ്സ് ചെയ്യാൻ. നമ്മുടെ ടൈറ്റിൽ വിന്നർ ധ്യാൻ ചേട്ടൻ തന്നെ ആയിരിക്കട്ടെ. എനിക്ക് വിന്നറെന്ന് വേണ്ട, ഞാൻ എല്ലാ വർഷവും വന്ന് പരിപാടിയിൽ പങ്കെടുത്തു പോകും. നമ്മുടെ സിനിമയിലെ വിശേഷം പറ. നെക്സ്റ്റ് ഏറ്റവും പുതിയ പ്രോജക്ട് സിനിമയിലെ എനിക്ക് തോന്നുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, സോഫിയ പോൾ പടം, നമ്മുടെ അജു വർഗീസിന്റെയും നീരജ് മാധവിന്റെ ഒക്കെ കൂടെ വരുന്ന ഒരു പടം ഉണ്ടെന്നുള്ളൊരു കിംവദന്തി കേട്ടു. ചിലപ്പോ ഒരു കമ്പയർ ടു സ്റ്റിൽ അഗെയിൻ വീണ്ടും ഒരു ആലോചനയിൽ വന്നിട്ടുണ്ട്. അപ്പോ അതിങ്ങനെ വീണ്ടും ആലോചിക്കുന്നുണ്ട്. അപ്പം അതാണ് നീരജ് ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അത് വീണ്ടും പൊടി തട്ടി ഇങ്ങനെ എടുക്കാനുള്ള അടിപൊളി. അന്നൊട്ട് ഇന്ന് വരെ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന സെക്കൻഡ് പാർട്ടാണ് അടികപ്പേര് കൂട്ടാൻ. അപ്പൊ അത് വീണ്ടും വരുന്നപ്പോ സന്തോഷമായി. ഓക്കെ, താങ്ക് യു. എന്തായാലും ഗംഭീരമായി പരിപാടി, ഭക്ഷണം കഴിച്ചു, ഹാപ്പി. താങ്ക് യു സോ മച്ച് ധ്യാൻ ചേട്ടാ. താങ്ക് യു. മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 എന്റെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ വെരി ഫേവറേറ്റ് മല്ലികാമ്മയാണ്. ഹായ് മോളെ, എന്തൊക്കെയുണ്ടാകും വിശേഷങ്ങൾ? വിശേഷമൊന്നുമില്ല. ഞാനിപ്പോൾ അതാണ് ഇവിടെ സ്റ്റേജിൽ പറഞ്ഞത്. ഡിജിറ്റൽ യുഗം വന്നപ്പോഴും ഒരു ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞൊരു അവാർഡ് വരുമ്പോൾ അതിനകത്ത് എനിക്കും കൂടി അതിലൊരു പങ്കാളിയാകാനും ഒരു അവാർഡ് സ്വീകരിക്കാനും ഒക്കെ സാധിക്കുന്നത് വലിയ ഭാഗ്യം. കാരണം കാലം പോയിക്കൊണ്ടിരിക്കുന്നു, കുട്ടികളെല്ലാം ഇപ്പം ഡിജിറ്റലിലേക്ക് കയറി. ഞങ്ങളുടെ ഒന്നും കാലത്തൊന്നും ഇല്ലല്ലോ. അതായത് അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല പരിപാടിയാണ്. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ. നന്നായിരുന്നു. മൈൽസ്റ്റോണിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. അതുപോലെ തന്നെ ഇത് ഇത്ര ഭംഗിയായിട്ട് സംഘടിപ്പിച്ചതിലും അതെ അസലായിരിക്കും. ഒറ്റൊരു കാര്യം കൂടെ, ഇപ്പൊ നമ്മുടെ രാജുവേട്ടനും അതുപോലെ തന്നെ ഇന്ദ്രജിത്തേട്ടനും രണ്ടുപേരും ഉള്ള നമ്മുടെ എംപുരാൻ റിലീസ് ചെയ്യാനായിട്ട് കുറച്ച് ദിവസങ്ങളൂടെ അത്രേ ഉള്ളൂ. സോ അതിലും കൂടെ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് കൂടെ നമ്മൾ ഷെയർ ചെയ്യാം. അതെ, ഇന്ന് സെൻസറിങ് ആയിരുന്നു, കഴിഞ്ഞു. UA സർട്ടിഫിക്കറ്റ് കിട്ടി, അതിലേറെ സന്തോഷം. ദൈവത്തിന് നന്ദി. ഒരുപാട് രാജു കഷ്ടപ്പെട്ട് ഒരുപാട് ഹോംവർക്ക് ചെയ്ത് അതിലേക്ക് ഇങ്ങനെ എന്താ പറയുക, മുങ്ങി നീന്തി നീരാടി എടുത്ത ഒരു സംവിധാനമാണ് അവൻ്റെ. അപ്പോൾ അതുകൊണ്ട്
പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും അത് കാണണം. അപ്പോഴേ എനിക്കും എൻ്റെ മക്കൾക്കും അതൊരു വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ കണ്ട് അവനെ അനുഗ്രഹിക്കുക, അഭിപ്രായങ്ങൾ പറയുക, എന്ത് പറയാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ അധ്വാനത്തിന് ഒരു വലിയ പ്രതിഫലം എന്ന് പറയുന്നത് ജനങ്ങളുടെ അംഗീകാരമാണ്. അത് ഉണ്ടാവണമെന്ന് ഒരു അമ്മ എന്ന നിലയിൽ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ശരി. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 എന്റെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള മഞ്ജു ചേച്ചിയാണ്. ഹായ് മഞ്ജു ചേച്ചി. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, അടിപൊളി, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. ഇതുപോലെ ഒരു ഡിജിറ്റൽ അവാർഡ് നൈറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടാണ്. ഇവരെന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ ഡിജിറ്റൽ മീഡിയയിലൊന്നും അങ്ങനെ അത്ര ആക്റ്റീവ് ഒന്നും അല്ലല്ലോ. ഞാനപ്പോൾ അവനോട് ചോദിച്ചത് വെറുതെ എന്നെ കൊണ്ട് അവിടെ ഇരുത്താൻ വേണ്ടിയിട്ടല്ലേ നീ എന്നെ ഇതിങ്ങനെ വിളിക്കണേ? അല്ല ചേച്ചി എന്ന് പറഞ്ഞു. അതിപ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതെ. എന്തെങ്കിലും ഒരു അവാർഡ് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അറിയില്ല, ഒന്നും അറിയില്ല. വിളിച്ചു വന്നു, പോവും. കുറച്ച് കഴിയുമ്പോൾ ഞാനങ്ങ് പോവും. നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി. ഓക്കെ, ബൈ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 നമ്മുടെ കൂടെയുള്ളത് ആരാണെന്ന് നോക്കൂ. ഇറ്റ്സ് നൺ അദർ ദാൻ സൈജു കുറുപ്പ്. സൈജു ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങൾ. സുഖം, അടിപൊളി. സുഖമായിട്ടിരിക്കുന്നു. ഹൗ യു? ഞാനും സുഖം. അപ്പൊ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഡിജിറ്റൽ അവാർഡ് ഷോ. നമ്മളും തന്നെയല്ല, മലയാളത്തിൽ ദിസ് ഇസ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ എത്രത്തോളം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? ഇത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഐഡിയ ഉണ്ടോ? ഇത് ആക്ച്വലി ഡിജിറ്റൽ കണ്ടന്റ്സിന് അങ്ങനെ ഒരു ഓഡിയൻസിന്റെ സൈഡിൽ നിന്നുള്ള അംഗീകാരം അല്ലാണ്ട് ഒരു മെയിൻ ചാനൽ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഇതിൽ അവാർഡ്സ് അങ്ങനെ കൊടുക്കാറില്ല സാധാരണ. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്നതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പേര് എല്ലാം ഫ്രീലാൻസിങ് ആണല്ലോ. എല്ലാവരും അവരവർ ഇപ്പം ഫോർ എക്സാമ്പിൾ റീൽസ് ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് അതിൻ്റെ അകത്തുനിന്ന് ഫേമസ് ആയിട്ടുണ്ട്, വൈറലായിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ അംഗീകരിക്കുന്ന ഒരു സംഭവം അത് ഡെഫിനറ്റ്ലി മൈൽസ്റ്റോൺ മേക്കേഴ്സിന് അഭിമാനിക്കാവുന്നതാണ്. ഐ എം ഓൾസോ പ്രൗഡ് ഓഫ് മൈൽസ്റ്റോൺ മേക്കേഴ്സ് ദാറ്റ് ഇപ്പം എൻ്റെ അസോസിയേഷനും കുറേ നാളായിട്ടുണ്ട്. പല പ്രാവശ്യം ഞാൻ ഓഫീസിൽ പോയിട്ടുണ്ട്, ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അവരിങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് ഒരു വലിയ ഇനിഷ്യേറ്റീവ് തന്നെയാണ്. അതെ, കറക്റ്റ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും അവാർഡ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. നമ്മുടെ ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി അവാർഡ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കിട്ടുമായിരിക്കും. കിട്ടും എന്തായാലും. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച് അയച്ചേട്ടാ. താങ്ക് യു. മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ ഡിജിറ്റൽ അവാർഡ് നൈറ്റ് മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 എന്റെ കൂടെയുള്ളത് ഇറ്റ്സ് എവിൻ ആൻഡ് കെവിൻ. കറക്റ്റ് ആണോ? കറക്റ്റ്, സമാധാനം. അപ്പൊ പറയാം, രണ്ടാൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഒരുമിച്ചേ പറയുള്ളൂ. നീ സുഖം. ഓക്കെ. അപ്പൊ ഇതുപോലൊരു അവാർഡ് നൈറ്റിൽ, അതും നമ്മൾ മലയാളത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഡിജിറ്റൽ അവാർഡ് നൈറ്റ് വെക്കുന്നത്. സോ വാട്ട് യു ഫീൽ റൈറ്റ് നൗ? സന്തോഷമായിരിക്കും. എനിക്ക് എക്സൈറ്റ്മെന്റ്. രണ്ട് വേർഡ്സ് ഇട്ട് ഞങ്ങളെ ഇതിലൊക്കെ വിളിക്കാൻ ഒരു ഭയങ്കര ഒരു സന്തോഷം. ഇതിലൊരു വലിയ ഭാഗമായതിൽ അല്ലേ? പിന്നെ അവാർഡ് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യണ്ടോ? എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, കിട്ടണ്ടേ? എക്സ്പെക്ട് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര അതെ, പിന്നെ നമുക്ക് വിഷമാവും. അതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അടിപൊളി. അപ്പൊ അതെ, താങ്ക് യു സോ മച്ച്. നമുക്ക് അവിടെ വെച്ച് കാണാം. യെസ്, താങ്ക് യു, ബൈ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ 2025 ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ആങ്കർ ആണ് ധന്യ വർമ്മ. എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ച് ഒന്നുമില്ല, ജോലി, കുട്ടികൾ, കാര്യങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോകുന്നു. അടിപൊളി. അപ്പോൾ നമ്മൾ ഇതുപോലൊരു വലിയൊരു ഡിജിറ്റൽ അവാർഡ് നൈറ്റ്, അതും മലയാളത്തിലെ വെരി ഫസ്റ്റ് ഡിജിറ്റൽ അവാർഡ് നൈറ്റ്, അതിലൊരു വലിയ ഭാഗമാണ് ധന്യ മാം. സോ വാട്ട് യു ഫീൽ റൈറ്റ് നൗ? ശരിക്കും ഐ തിങ്ക് ഇറ്റ്സ് വളരെയധികം റെക്കഗ്നൈസ് ചെയ്യേണ്ട ഒരു സ്പേസ് ആണ് ഡിജിറ്റൽ മീഡിയ ഇപ്പോൾ. ആൻഡ് പലപ്പോഴും മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്ന് അത് സെഗ്രിഗേറ്റ് ചെയ്ത് അതിന് വേണ്ട അറ്റൻഷനും വേണ്ട റെക്കഗ്നീഷനും കൊടുക്കുന്നില്ല എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. സോ ഐ ഫീൽ ദാറ്റ് ഇങ്ങനെ ഒരു അവാർഡോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇവൻറ്റ്, ഒരു ഗ്യാതറിങ് തന്നെ അതിനൊരു വലിയൊരു ബൂസ്റ്റാണ്, ഒരു റെക്കഗ്നീഷൻ തന്നെയാണ്. ഇന്ന് എന്തെങ്കിലും അവാർഡ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? എനിക്കൊരു അവാർഡ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്ക് അതിനേക്കാളും കൂടുതൽ എനിക്കൊരു ഇങ്ങനെ ഒരു ഇവന്റിന്റെ ഒരു ഭാഗമാവുന്നതിൽ ഒത്തിരി സന്തോഷം. അതെ, ഇതിപ്പോ നമ്മൾ ഫസ്റ്റ് ടൈം ആണ്. ഇനി അങ്ങനെ എല്ലാ ഇയറും ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. സോ ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്ന്
നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇതുപോലത്തെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസും ഒരു ഗ്യാതറിങ്ങും ഉണ്ടാവാനുള്ള അവസരങ്ങൾ ഇനി മുന്നോട്ടും കൂടി ഉണ്ടാവട്ടെ. ദാറ്റ്സ് എ ഹ്യൂജ് പോസ്റ്റ്. കാരണം അത്രയും വലിയൊരു സെഗ്മെൻറ്റിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയെ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയനെ ഇപ്പോൾ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അപ്പോൾ അതിൻ്റെതായ ഗൗരവത്തോടെ അത് കാണേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. ബൈ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ 2025 നമ്മുടെ കൂടെ എത്തിയിരിക്കുന്ന ഗസ്റ്റ് കണ്ടില്ലേ, പൊന്നമ്മ ചേച്ചിയാണ്. ഹായ് പൊന്നമ്മ ചേച്ചി, എന്തൊക്കെയുണ്ട്? സുഖം. അടിപൊളി. നല്ല വിശേഷം. ഇപ്പം മത്സരം ഇപ്പം ഇങ്ങനെ ഒരു വേദിയൊക്കെ ഒരുക്കിയിരിക്കുകയല്ലയോ എല്ലാവരും. അപ്പൊ ഇങ്ങനെ നല്ല വിശേഷം ആവാണ്ടിരിക്കും അല്ലേ? പിന്നെ നല്ല വിശേഷമല്ലേ? അതെ. ഇപ്പൊ നമ്മള് സിനിമ അവാർഡ്സ് കണ്ടിട്ടുണ്ട്, TV അവാർഡ്സ് കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു ഡിജിറ്റൽ അവാർഡ് മലയാളത്തിൽ ആദ്യമായിട്ടാണ്. തീർച്ചയായും. അപ്പൊ അത് എത്രത്തോളം എക്സ്പെക്ടേഷൻസ് ഉണ്ട്? നല്ല കാര്യമല്ലേ? ഞാനിപ്പോൾ വരുന്ന വഴിക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വരുമായിരുന്നു. നമ്മൾ പിന്നെ ടെലിവിഷൻ അവാർഡ്, സിനിമയുടെ അവാർഡുകളൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇങ്ങനൊരു അവാർഡ് എല്ലാവർക്കും എല്ലാ കാറ്റഗറീസിലുള്ള ആൾക്കാരെ വിളിച്ച് ഇങ്ങനെ അവരൊരു എന്താ പറയുക, അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക, അവരെ വിളിച്ചൊന്ന് ഒരു മെമൻറ്റോ കൊടുക്കുക എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലുള്ള ഞാൻ പറയുന്ന ഇപ്പം അതിന് മുൻകൈ എടുത്ത മൈൽസ്റ്റോണ്. പിന്നെ ഉള്ള എല്ലാവർക്കും ഞാൻ നല്ല കാര്യമായിട്ടാണ് പറയുന്നത്. അത് ചെയ്ത നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. തീർച്ചയായും. താങ്ക് യു. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 നൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആൻഡ് നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു ഗസ്റ്റ് ഉണ്ട്, അരുൺ. ഹായ് അരുൺ, എന്തൊക്കെയുണ്ട്? സുഖം, നല്ല വിശേഷം. അടിപൊളി. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഡിജിറ്റൽ അവാർഡ് നൈറ്റ്. തീർച്ചയായും. സോ ഇതിലൊരു ആവുമ്പോൾ എത്രത്തോളം എക്സൈറ്റഡ് ആണ് അരുൺ? ആക്ച്വലി എൻ്റെ ഇതൊരു ഡിജിറ്റൽ ഫസ്റ്റ് ആണ്. സോ എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് കറക്റ്റ് അറിയത്തില്ല. സോ വന്ന് പാട്ട് ചെയ്തിട്ട് എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് വന്നേക്കുന്നത് ആക്ച്വലി. അതെ, ഇത് എല്ലാ കാറ്റഗറീസ് ഓഫ് ആളുകളെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അവാർഡ് ഷോ ആണ്. ഓക്കെ. നമ്മളിപ്പം സിനിമ, TV എന്നതിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവാർഡ് ഷോ. അതെ, അതിൽ വലിയൊരു പാർട്ടാണ് അരുൺ. അപ്പൊ അരുൺ എന്തെങ്കിലും അവാർഡ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഒരു അവാർഡ് എന്തെങ്കിലും തരുന്ന വിചാരിക്കുന്നു. ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ. ഓക്കെ. അപ്പൊ ഇനി ഇപ്പം അപ്കമിങ് പ്രോജക്ട്സ് ഒക്കെ എന്തൊക്കെയാണ്? അപ്കമിങ് ഇപ്പോൾ ഒരു ചെമ്പനി പോകുന്ന സീരിയൽ മാത്രമേ ചെയ്യുന്നത്. വേറെ സീരിയൽ വർക്കൊക്കെ വരുന്നുണ്ട്. ബട്ട് ഈ ഒരു ടൈമിൽ നമുക്ക് വേറെ ചെയ്യാൻ പറ്റില്ല. 1 to 20 ഡേറ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തേക്കുക. അപ്പം ആ ഒരു മന്തിൽ വേറെ വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഒരു വർക്ക് ഇപ്പോൾ കോൺസ്റ്റന്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. എവരിവൺ, വി ഹാവ് ചട്ടമ്പീസ് വിത്ത് us. ഹായ് ഗൈസ്. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം, നാളെ എക്സാം ആണ്. നാളെ എക്സാം ആയിട്ട് ഇന്ന് രാത്രി ഇവിടെ കറങ്ങി നടക്കാൻ വന്നേക്കണം അല്ലേ? പരിപാടി കഴിഞ്ഞിട്ട് ഇന്നത്തെ ട്രെയിനിൽ കയറി വീട്ടിൽ പോകണം. പഠിച്ചോ വല്ലതും? ഇല്ല. ദൈവത്തിനെ അറിയാം. ഓക്കെ, ഇനി നിങ്ങൾ പറയും നിങ്ങളുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എക്സാം ആണോ? വെരി നൈസ്. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കയറാറില്ല. ഓക്കെ, അടിപൊളി. അപ്പൊ ഇതുപോലെ ഒരു നമ്മള് ഡിജിറ്റൽ അവാർഡ് ഷോ ഫസ്റ്റ് ടൈമാണ് മലയാളത്തിൽ നടക്കുന്നത്. അതിലൊരു വലിയ ഭാഗമാണ് നിങ്ങൾ. സോ എന്താണ് നിങ്ങളുടെ ഈ ഒരു എക്സ്പെക്ടേഷൻ? എത്രത്തോളം എക്സൈറ്റഡ് ആണ് നിങ്ങൾ? ഇതുപോലത്തെ പ്രോഗ്രാം വീണ്ടും നടത്തില്ല, നമുക്ക് എല്ലാവർക്കും മീറ്റപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന. അതെ, കറക്റ്റ്. ഓക്കെ, അടിപൊളി. നിങ്ങൾ ഒരു ഡൗട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ചട്ടമ്പിത്തരമുള്ള ആളാരാ? ഞങ്ങളിപ്പോ 3 പേരാ നിക്കുന്നത്. ഞങ്ങൾ 7 പേരുണ്ട്. എല്ലാരും കൂടി വന്നാ ഭയങ്കര ബാക്കിയുള്ളവരോട് പോയി അവർക്ക് അങ്ങനെ ജോർജിയ പഠിക്കുക. എല്ലാവരും നമ്മള് മാത്രമായി പച്ചപ്പും ഹരിതാവും ഊഷ്മളതയും അല്ലേ? നിങ്ങൾ പോവോ? ഇല്ല. അറിയാം. അല്ല, സ്റ്റഡീസ് അല്ലേ മെയിൻ? അതെ, ഉറപ്പായിട്ടും സ്റ്റഡീസ് ചെയ്തെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനാണ് പ്ലാൻ. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 എന്റെ കൂടെ ഒരു സൂപ്പർ സ്റ്റാർ റെബേക്കയാണുള്ളത്. ഹായ് റെബേക്ക. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണം. അടിപൊളി. പുതിയ വിശേഷം ഇത് തന്നെയാണ്. ഇതാണ്. അതെ, ഇത് ആദ്യമായിട്ടാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ കാറ്റഗറീസിൽ എല്ലാവരും വെച്ച് ഒരു അവാർഡ് ഷോ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇത് എത്രത്തോളം ഉണ്ടാവുന്നതാണ് ഒരു എക്സ്പെക്ടേഷൻ? വലിയ എക്സ്പെക്ടേഷൻ തന്നെയാണ്. കാരണം ഇവരുടെ ഫസ്റ്റ് സീസണിലുള്ളതാണല്ലോ. സോ അതിന്റെ ഫസ്റ്റ് സീസണിൽ ഡിജിറ്റൽ സ്റ്റാർ 2024 അവാർഡ് കിട്ടിയത് തന്നെ എന്താ പറയാ, ഭയങ്കര സന്തോഷം. അപ്പൊ എന്താണ്, അവാർഡ് വിൻ ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അപ്പൊ അത് അവാർഡ് കളക്ട് ചെയ്യണം നമുക്ക്. അതെ, പോണം. വേഗം പോയി മേടിക്കട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ശരി. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 ഇപ്പൊ എന്റെ കൂടുതൽ ആളോട് സംസാരിക്കാൻ എനിക്കൊന്ന് ഇരിക്കേണ്ട വരും.
പേര് ഞാൻ പറയാനുള്ള കാര്യം കുറച്ച് എളുപ്പമായതുകൊണ്ട് തന്നെ പേരൊന്ന് പറയൂ. അർസ്ലാൻ ഖുറേഷി. അർസ്ലാൻ ഖുറൈശി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. സുഖം. എവിടെ ഒറ്റയ്ക്കാണോ വന്നേ? മാപ്പി ഉമ്മയുണ്ട്. എല്ലാരും ഉണ്ട്. ആ, ഇത് ആദ്യമായിട്ട് ഇതിപ്പോ എന്തിനാ ഇവിടെ വന്നേക്കണേന്നറിയോ? എന്തിനാ? നടക്കാൻ. നടക്കാനാ? നടക്കാനാണ് വന്ന് ഇവിടം വരെ വരണത് നടക്കാനായിട്ട്? ഇത് ആറ്റിറ്റ്യൂഡ് കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് നടക്കുക? ആ, അടിപൊളി. ദേ ഇന്ന് അവിടെ അവാർഡ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. മോന് കിട്ടുമോ? കിട്ടും. കിട്ടുന്നാണ്. കൈയടിക്കണേ നമ്മളെല്ലാവരും. ഓക്കെ, അതെ, ഒരു കൈ തരൂ ചേച്ചിക്ക്. താങ്ക് യു. താങ്ക് യു പറ. ഒരു ഹായ് കൊടുക്ക്. ഒരു ബൈയും കൊടുത്തേക്ക്. ഓക്കെ, ശരി, ബൈ. ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസിന്റെ വേദിയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള കുറച്ച് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് ആണ് എന്റെ കൂടെ ഉള്ളത്. ടീം യുറേക്ക. ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ. ഇതാണ് വിശേഷം. ഇതാണ് വിശേഷം. സുഖം, ഓൾ ഗുഡ്. ലൈവ് ഇവന്റിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു അവാർഡ് കിട്ടുന്നത്. നമുക്ക് സോ ഹാപ്പി. താങ്ക് യു. സന്തോഷം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള നമ്മളുടെ യുറേക്കയുടെ ഒരു ഗ്രോത്ത് നമ്മൾ ആസ്വദിക്കുന്നുണ്ട് നല്ലോണം. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഹാപ്പി. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അവാർഡ് എവിടെ? അവാർഡ് എവിടെ? അവിടെ പോയി. ആ, കുഴപ്പമില്ല. ഒരു വലിയ അവാർഡൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും. ആ, ഓക്കെ ഓക്കെ. ഇവർ ആക്ച്വലി കുറെ പേരുണ്ട്, പക്ഷെ കുറച്ചുപേര് ഇപ്പൊ പുറത്ത് നിൽക്കാണ്. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഇതുപോലെ ഒരു ഡിജിറ്റൽ അവാർഡ് ഷോ ആദ്യമായിട്ടാണ് മലയാളത്തിൽ വരണത്. സോ അതിന് വലിയൊരു പാട്ടായിരുന്നു നിങ്ങൾ എല്ലാവരും. നെക്സ്റ്റ് ഇയർ നമ്മൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യും. നിങ്ങളൊക്കെ അത്ര കിടിലനാണ്. ഓക്കെ, ശരി, താങ്ക് യു സോ മച്ച്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ 2025 നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് വീണ ചേച്ചി. വീണ ചേച്ചി, ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, നന്നായി പോകുന്നു, എല്ലാം അടിപൊളിയായി പോകുന്നു. ഓക്കെ, അപ്പൊ ഇതുപോലൊരു ഡിജിറ്റൽ അവാർഡ് നൈറ്റ് മലയാളത്തിൽ ഫസ്റ്റ് ടൈം ആണ്. എല്ലാ കാറ്റഗറീസിലുള്ള ആളുകളെ സെറ്റ് ചെയ്തിട്ട്. സോ എത്രത്തോളം എക്സൈറ്റഡ് ആണ്? വെരി മച്ച് എക്സൈറ്റഡ് ആക്ച്വലി. കാരണം ഈ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു മീഡിയ ആണോ എന്നൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷൻസ് ഒക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ എല്ലാ ചാനലിലുള്ള ആൾക്കാർ ഒരുമിച്ച് വരുന്നു, ഒരു സെലിബ്രേഷൻ ആകുന്നു എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം. ആൻഡ് മോർ ഓവർ എല്ലാ ചാനലിലുള്ള ആളുകൾക്ക് അവർക്കൊരു അവാർഡ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഒരു അപ്രീസിയേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെ സന്തോഷമുണ്ട്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്നു. വീണ ചേച്ചി എന്തെങ്കിലും അവാർഡ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ അവാർഡ് എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ല. പരിപാടിയിൽ പങ്കെടുക്കുക, പാർട്ടിസിപ്പേഷൻ ഇസ് ദ ബെസ്റ്റ് അവാർഡ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കും പാർട്ടിസിപ്പേഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ വിന്നിംഗ് ആണ്. കറക്റ്റ്, ദാറ്റ്സ് വാട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ആ വെരി ഫേവറേറ്റ് വെരി ബ്യൂട്ടിഫുൾ ആലിസ്. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു, ഒത്തിരി സന്തോഷം. ഇത് തന്നെ വിശേഷം. ഇതാണ് വിശേഷം. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിശേഷം. നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഡിജിറ്റൽ അവാർഡ് നൈറ്റ് മലയാളത്തില്. സോ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ആദ്യത്തെ തുടക്കത്തിൽ എനിക്ക് ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണ് കാര്യങ്ങളെന്നൊക്കെ അറിയാനും എങ്ങനെയാണ് പ്രോഗ്രാം കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെ, ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് അവിടെ വെച്ച് കാണാം. താങ്ക് യു. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 ഒരു സൂപ്പർ സ്റ്റാർ ആണ് എന്റെ മുമ്പിൽ ഇപ്പൊ നിൽക്കുന്നത്, അഖിൽ മാരാർ. ഹായ് അഖിലേട്ടാ, എന്തൊക്കെയുണ്ട്? സുഖമായിട്ട് നന്നായിട്ട് പോകും. ഇത് ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഡിജിറ്റൽ അവാർഡ് ഷോ വരുന്നത് മലയാളത്തില്. സോ ഇതിന്റെ ഇത്രയും വലിയൊരു ഭാഗമായതിൽ വാട്ട് യു ഫീൽ റൈറ്റ് നൗ? സന്തോഷം. അത്രേ ഉള്ളൂ. അല്ല, പൊതുവെ എനിക്ക് ഈ അവാർഡ് പരിപാടികൾ വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ഞാൻ വരുന്നില്ലെന്ന് ആദ്യം പറഞ്ഞ ജാടയ്ക്ക് പറഞ്ഞല്ല, എൻ്റെ കാഴ്ചപ്പാടുകളിൽ പിന്നെ നിങ്ങളുടെ ഒപ്പം മൈൽസ്റ്റോണിന്റെ ഒപ്പം ഭാഗമാകാന്ന് കരുതി. മൈൽസ്റ്റോൺ വലിയൊരു പാട്ടാണ് അഖിലേഷൻ. സോ ഇത് നമ്മുടെ നല്ലൊരു തുടക്കമായിട്ട് നമ്മൾ കരുതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും അവാർഡ്സ് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യണ്ടോ? എനിക്കറിയത്തില്ല. എനിക്ക് അവാർഡൊന്നും വേണ്ട, സമയമുണ്ടെങ്കിൽ വരാം എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അപ്പൊ എന്തോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് മുമ്പ് ധ്യാനെ വിളിച്ചപ്പോൾ ഞാനും എന്തോന്ന് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എനിക്ക് രാത്രി തിരിച്ചു പോവുകയും വേണം, ലേറ്റായി. അപ്പം എനിക്ക് കൊല്ലം പോകണം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത് ഫാമിലി ഓഡിയൻസിന് മാത്രമല്ല, നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി, നിത, പ്രോമി ആൻഡ് ഫാമിലി. ഹായ് ഗായ്സ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അടിപൊളി വിശേഷം. ഇപ്പൊ ലേറ്റസ്റ്റ് വിശേഷം ഇതാണ്. എല്ലാവർക്കും ഇപ്പൊ ഇതാണ് ലേറ്റസ്റ്റ് വിശേഷം. ഞങ്ങൾക്കൊരു അവാർഡൊക്കെ തരാന്ന് പറഞ്ഞാൽ ഞങ്ങള് അതുകൊണ്ട് ഓടിച്ചാടി ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഡിജിറ്റൽ അവാർഡ് ഷോ അല്ലെങ്കിൽ ഡിജിറ്റൽ അവാർഡ് നൈറ്റ് വെക്കുന്നത്. സോ അതിലൊരു വലിയ ഭാഗമാണ് നിങ്ങൾ എല്ലാവരും. ശരിക്കും എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? എത്രത്തോളം എക്സൈറ്റഡ് ആണ്?
ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ 4 പേരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് അവാർഡ് കിട്ടുമ്പോൾ സോളോ അവാർഡ്സ് ആണ് വരാറ്. ലൈക്ക് ഒരാൾക്കായിരിക്കും അവാർഡ് കിട്ടുന്നത് അല്ലേ? അതെ അതെ. ഇതിപ്പോ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഒരു അവാർഡ് എല്ലാവർക്കും ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ഫാമിലി അവാർഡ് കിട്ടുന്നത്. സോ അതുകൊണ്ട് ഈ ഫലകം ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും. ഇതൊരു നല്ല തുടക്കമാവട്ടെ. ഓക്കെ, ഞങ്ങളുടെ ഫാമിലി അവാർഡ് ആദ്യമായിട്ടാണ്. സോ ഇറ്റ്സ് സ്പെഷ്യൽ. കറക്റ്റ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പറയൂ. അല്ല, എക്സൈറ്റഡ് ആണ് ഭയങ്കരമായിട്ട്. ഇതുപോലെ ഫസ്റ്റ് ടൈം അവാർഡ് കിട്ടുമ്പോ ഹാപ്പി. സ്കൂളിൽ നിന്നൊക്കെ എല്ലാവരോടും പറഞ്ഞോണ്ട് ഞാൻ ഫലകവുമായി നാളെ ഞാൻ സ്റ്റോറി ഇടുന്നൊക്കെ. കോളേജില് ഇപ്പൊ എന്താ പറയാ, ആദ്യമായിട്ടാണല്ലോ ഇപ്പൊ ഫാമിലി ആയിട്ട് ഇത് വരുന്നത്. അപ്പൊ അതിന്റേതായ ഒരു കോളേജ് പറഞ്ഞു പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് സ്റ്റോറി ഓൾറെഡി ഇട്ടു. ഓക്കെ, അടിപൊളി. അപ്പൊ താങ്ക് യു സോ മച്ച്. അവിടെ വെച്ച് കാണാം. താങ്ക് യു. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് റൈറ്റർ അഭിലാഷ് പിള്ളയാണ്. നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം അല്ലേ? ശരിക്കും അഭിലാഷ് ഏട്ടാ, വാട്ട് യു ഫീൽ റൈറ്റ് നൗ? കാര്യം ഇതുപോലൊരു ഡിജിറ്റൽ അവാർഡ് ഷോ നമ്മുടെ മലയാളത്തിൽ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ എത്രത്തോളം എക്സ്പെക്ടേഷൻസ് ആണുള്ളത്? മൈൽസ്റ്റോണിന്റെ ഓരോ തവണത്തെ പ്രോഗ്രാംസ് എപ്പോഴും നമ്മളെ സർപ്രൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത വലിയ കാര്യമാണ്. കാരണം ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്യും. ഇനി ഇതേ ഫീൽഡിലേക്ക് ഒരുപാട് പേർക്ക് വരാനുള്ളൊരു മോട്ടിവേഷൻ ആണ്. അപ്പം എന്തായാലും ഇതൊരു വലിയ സക്സസ് ആയിരിക്കും. അതെ, ഉറപ്പായിട്ടും. അതുപോലെ ഇപ്പൊ നോമിനേഷൻസിൽ ഉണ്ടല്ലോ, ആർ യു എക്സ്പെക്ടിങ് ഒരു അവാർഡ്? എക്സ്പെക്ട് അറിയില്ല, ഞാൻ അവാർഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സുമതിയുള്ളതിന്റെ. പിന്നെ മൈൽസ്റ്റോൺ മേക്കേഴ്സ് നമ്മുടെ ഒരു ഫാമിലി പോലെയാണ്. ഇതൊരു കിട്ടിയവർക്കെല്ലാം കൺഗ്രാറ്റ്സ്. കിട്ടാൻ ഇനി അടുത്ത വർഷം ട്രൈ ചെയ്യാം. അതെ, ഉറപ്പായിട്ടും കിട്ടും. മറ്റേ എന്താണ്, പാർട്ടിസിപ്പേഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ വിന്നിംഗ് അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. മലയാളത്തിലെ ഏറ്റവും ഫസ്റ്റ് ഡിജിറ്റൽ അവാർഡ് നൈറ്റ് മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് കാതോട് കാതോരം സീരിയലിലെ ഫെയിമാണ്. ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ. സോ എന്താണ് നിങ്ങൾക്ക് ഇപ്പം റൈറ്റ് നൗ ഫീൽ ചെയ്യുന്നത്? ലൈക്ക് ഇത് ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് ഇതുപോലൊരു ഡിജിറ്റൽ അവാർഡ് നൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വാട്ട് യു ഫീൽ റൈറ്റ് നൗ? ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇതിൽ ഇൻവൈറ്റ് ചെയ്തതിൽ. കാരണം നമ്മുടെ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 4-5 months ആയി. ഇപ്പോൾ പോലും അതിൻ്റെ ഒരു ആ ലവ് ആൻഡ് ഫീഡ്ബാക്ക് നമുക്ക് മെസ്സേജസ് ആയിട്ടും കാര്യങ്ങളായിട്ടും കിട്ടുന്നുണ്ട്. അപ്പം അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അടിപൊളി. സെയിം. അല്ല, ഞാൻ പറയാൻ വിചാരിച്ച കാര്യമാവും പറഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയണ്ട, സെയിം ഫീൽ തന്നെയാണ്. ബിക്കോസ് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് വിളിച്ചായിരുന്നു, കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ വിളിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സ്റ്റിൽ ഇപ്പോഴും നമ്മളെ ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഇപ്പോൾ എന്താ ഓഡിയൻസ് പോൾ സംതിങ് ഒക്കെ ഇതാക്കിയിട്ടാണല്ലോ എടുത്തത്. അപ്പോൾ സോ ഹാപ്പി. ശരിക്കും നിങ്ങളൊരു അവാർഡ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അവാർഡ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയെ പറ്റി സത്യം പറഞ്ഞാൽ വിചാരിച്ചിരുന്നില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് 4-5 months ആയല്ലോ കഴിഞ്ഞിട്ട്. അപ്പൊ കാര്യം ഓഡിയൻസിന്റെ അങ്ങനെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും ബാക്കി ഇനി ഇങ്ങനെ ഒരു സംഭവം നമ്മൾ തീർച്ചയായിട്ടും വിചാരിച്ചിരുന്നില്ല. അപ്പൊ അതിലൊത്തിരി സന്തോഷമുണ്ട്. ഇതപ്പോ നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ്, കിട്ടുമോ ഇല്ലയോ അല്ലേ? അല്ല, ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അവിടെ വെച്ച് കാണാം. യെസ്, താങ്ക് യു സോ മച്ച്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ 2025 ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൂടെ ഫേമസ് ആയിട്ടുള്ള സുധിമോൾ ചേച്ചിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ് ചേച്ചി, എന്തൊക്കെയുണ്ട്? നല്ല വിശേഷമാണോ? അടിപൊളി. അപ്പോ ആദ്യമായിട്ട് ഇതുപോലൊരു ഡിജിറ്റൽ അവാർഡ് നമ്മൾ കൂടാനായിട്ട് പോവാണ്. മാത്രമല്ല ആദ്യമായിട്ടാണ് ഇതുപോലൊരു അവാർഡ് തന്നെ ഉള്ളത്. സോ എന്താണ് ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ചോളം എന്റെ പുതിയ അനുഭവമാണുള്ളത്. കാരണം ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ല. ഇവിടെ വന്നിട്ട് എന്റെ കൈയും കാലും വിറച്ചിട്ട് എനിക്ക് താഴെ നിൽക്കാൻ പറ്റണില്ല, പേടിച്ചിട്ട്. അയ്യോ, അതെന്തിനാ? ഞാനിതൊന്നും കണ്ടിട്ടില്ല, അതിന്റെ ഒരു പേടി. ഇല്ല, ഇതിപ്പോ ആദ്യത്തെ തവണ നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ കൂടെയാണ്. എന്തായാലും ഇത് ഫസ്റ്റ് തുടക്കം നല്ലൊരു തുടക്കമായിരിക്കും തീർച്ചയായും. അപ്പൊ താങ്ക് യു സോ മച്ച്. അവിടെ വെച്ച് കാണാം. ശരി.